24 മണിക്കൂറിനുള്ളിൽ ഗൂഗിൾ അടക്കമുള്ള സെർച്ച് എഞ്ചിനുകളിൽ ആയിരക്കണക്കിന് ആളുകൾ തിരഞ്ഞൊരു പേരുണ്ട്, ജ്യോതി മൽഹോത്ര. ആരാണ് യഥാർത്ഥത്തിൽ ജ്യോതി മൽഹോത്ര? സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ യൂട്യൂബിൽ 3 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ്. ഇതിനു പുറമെ മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. പക്ഷെ ഇതെല്ലാം വെറുമൊരു മറയായിരുന്നു. രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാനുമായി ജ്യോതി മൽഹോത്ര പങ്കുവച്ചിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. 2023 യുവതി ആദ്യമായി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയത്. ഈ സമയത്താണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷുമായി ഇവർ പരിചയത്തിലാകുന്നത്. ഇയാൾ പിന്നീട് ജ്യോതിയെ പാക് ചാര സംഘടനയുമായി ബന്ധപ്പെട്ട പലർക്കും പരിചയപ്പെടുത്തി നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷിനെ അടുത്തിടെയാണ് ഇന്ത്യ പുറത്താക്കിയത്. ഡാനിഷുമായും പാക് ചാര സംഘടനയിലെ ഷാക്കിർ എന്ന റാണ ഷഹബാസുമായും വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ജ്യോതി ആശയവിനിമയം നടത്തിയത്. ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ ജ്യോതി ഇവർക്ക് കൈമാറിയതായാണ് വിവരം. ഇതിനു പുറമെ സാമൂഹിക മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാനുള്ള ദൗത്യവും യുവതി ഏറ്റെടുത്തിരുന്നു. ഇതിനിടെ പാക് ചാര സംഘടനയിൽപ്പെട്ട ഒരാൾക്കൊപ്പം ജ്യോതി ബാലിയിലേക്ക് യാത്ര നടത്തിയെന്നും ഇവർക്കെതിരെ ആരോപണമുണ്ട്. ഹരിയാന സ്വദേശിയാണ് ജ്യോതി മൽഹോത്ര. യുവതി പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വ്ലോഗറോടൊപ്പം മറ്റ് 5 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പഞ്ചാബ് സ്വദേശിനി ഗുസാല, യാമീൻ മുഹമ്മദ്, ഹരിയാന സ്വദേശികളായ ദേവീന്ദർ സിംഗ് ധില്ലൺ, അർമാൻ തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതായി ജ്യോതി സമ്മതിച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള വാർത്തകൾ. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ 3, 5 വകുപ്പുകൾ അനുസരിച്ചും ഭാരതീയ ന്യായ സംഹിതയിലെ 152 അനുസരിച്ചുമാണ് ജ്യോതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ റിമാൻഡിലാണ് വ്ലോഗർ ഇപ്പോൾ. അതേസമയം മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ജ്യോതിയുടെ പിതാവ് രംഗത്തെത്തി. പാകിസ്ഥാനിൽ പോയത് യൂട്യൂബ് വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പിതാവ് ഹാരിഷ് മൽഹോത്ര പറഞ്ഞു. തങ്ങളുടെ ബാങ്ക് രേഖകളും ഫോണുകളും ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തു. അവ തിരികെ വേണമെന്നും ഹാരിഷ് മൽഹോത്ര ആവശ്യപ്പെട്ടു. 33-കാരിയായ ജ്യോതി മൽഹോത്ര വിദേശ രാജ്യങ്ങളിലെ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടന്റുകളാണ് ട്രാവൽ വിത്ത് ജോയിൽ കൂടുതലായി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമായിരുന്നു. ഇന്ത്യയിലെ പലയിടങ്ങളിലും ജ്യോതി സന്ദർശനം നടത്തിയിരുന്നു. കേരളത്തിലുമെത്തി ഇവർ വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. കൊച്ചി, മൂന്നാർ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ജ്യോതിയുടെ വീഡിയോകൾ യൂട്യൂബിലുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഏജൻസികൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം നിരീക്ഷണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രമുഖ വ്ളോഗർ അറസ്റ്റിലാവുന്നത്. കോവിഡ് കാലത്ത് ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയ വ്ളോഗറായി 33-കാരിയായ ജ്യോതി രംഗത്തെത്തുന്നത്. നിലവിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജ്യോതി മൽഹോത്ര. ജ്യോതിയുടെ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും സംശയകരമായ പലതും കണ്ടെത്തിയിട്ടുണ്ടെന്നും പരിശോധന നടന്നു വരികയാണെന്നും ഹരിയാന പോലീസ് അറിയിച്ചു. വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന 7-ാം തീയതിയാണ് ജ്യോതിയെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്.